ഹായ്, ഞാൻ ധർമ്മസ്ഥലയെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു, രണ്ട് വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഇതിന് കൃത്യമായി തെളിവില്ല, ആധാരമില്ല, നമ്മളൊരു കാര്യം പറയത്തില്ല, താല്പര്യമില്ല എന്നുള്ളതാണ്. എൻ്റെ ഇൻറ്റൻഷൻ ഓൺലി വൺ തിങ് ആയിരുന്നു, ഒരു കമ്മ്യൂണിറ്റി ഒരു കാരണവശാലും ഇകഴ്ത്തപ്പെടാൻ പാടില്ല, അതിന് നമ്മൾ കാരണക്കാരാകാൻ പാടില്ല, അറവേ പാടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെയൊക്കെ കുറേ അധികം മഹാന്മാർ വന്നിട്ട് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് പറഞ്ഞത് എനിക്ക് ഭയമാണെന്നാണ്. തീർച്ചയായിട്ടും എനിക്ക് ഭയം ഉണ്ടാവണ്ടേ, എനിക്ക് ഭയമൊക്കെ ഉണ്ട്. അപ്പോൾ ധർമ്മസ്ഥല എന്ന് പറയുന്നത് കേരളത്തിലല്ല, ഇന്ത്യയിലാണ്. ശരിയാണ്, അവിടെ അങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ ആ അമ്പലത്തിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ പറയും. കാരണം ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയാണ്, അവിടെ അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ആ സംസ്ഥാനത്തിനെ പറ്റി എനിക്കറിയത്തില്ല, ആ പറയുന്ന പഞ്ചായത്തിനെ പറ്റി എനിക്കറിയത്തില്ല, ഞാൻ ആ പഞ്ചായത്തിൽ താമസിക്കുന്ന ആളല്ല. അപ്പോൾ അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ഇൻഫർമേഷൻ പോലീസിന് പാസ് ചെയ്തിട്ട് മൗനമായിരിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതിനപ്പുറം ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിനകത്തേക്ക് പോയി പെട്ടുകൊടുക്കാൻ മനാഫിക്ക പോകരുത് എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. മനാഫിക്ക തന്നെ ഒരു യൂട്യൂബറെ വിളിച്ച് തൻ്റെ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴും വേണമെങ്കിലും കൊല്ലപ്പെടാം എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി പറയുന്ന വാക്കുകളിലേക്ക് പോകാം. എത്ര ഭീകരതയുള്ള ഒരു കാര്യമാണെന്ന് ഇത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഏത് നിമിഷം കൊല്ലപ്പെട്ടു. എന്റെ സ്ഥിതി എനിക്ക് കർണാടകയിൽ അറിയാം, ഞാൻ അവിടെ കാണുന്നതാ. അതിന്റെ ആ സൗജന്യ സാക്ഷികൾ ഒരാൾ പോലും ജീവനോടില്ല. ഞാനിപ്പോ ഒരാൾ കൊല്ലില്ല, എല്ലാത്തിനും കൊന്നു. ശരി. അവിടെ ഓരോ കമ്പനിന്റെ തന്നെ ബൊലേറോ വണ്ടികൾ കുറച്ചുണ്ട്, ഈ ഗാങ്സ്റ്റർ മാർക്കറ്റിംഗ് ഒക്കെ. അതുകൊണ്ടൊന്നും ഇടിച്ചു കയറ്റി ചെയ്യാം. എന്നിട്ട് ഓല് 6 മാസം കഴിഞ്ഞാൽ ഓൽക്ക് ഇറങ്ങും ചെയ്യാം. വണ്ടി തെറ്റി എത്ര എണ്ണത്തിനാ കൊന്നാറ്. കേരളത്തിൽ വന്നിട്ട് ഒരു വണ്ടി തെറ്റിച്ച് കൊന്നു. കേരളത്തിൽ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, കേരളത്തില് ഒരു സാക്ഷി കേരളത്തിൽ നിന്നാ മരിച്ചത്. അതിന്റെ പിന്നിൽ നിന്നോലൊക്കെ കുറെ ആള് മരണപ്പെട്ടായിരുന്നു. അതിന്റെ പിന്നിൽ നിന്ന കുറെ ആളുകൾ മരണപ്പെട്ടതാണെന്നുള്ളത് സൗജന്യ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആവേശ കമ്മിറ്റിക്കാർക്ക് ഇതിനപ്പുറം പറയാൻ പറ്റും എന്നുള്ളതാണ് സത്യം. അനുഭവിക്കുന്നവർക്കല്ലേ അതറിയാൻ പറ്റും. ആവേശ കമ്മിറ്റി പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളും പോയി ചാടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ പറയും. കമൻസിൽ കൂടെ പല രീതിയിലുള്ള ഒരു സഹായവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകും. എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ കുടുംബത്തിന് നമ്മൾ ഇല്ലാണ്ടാകും എന്നുള്ളതാണ് വസ്തുത. മനാഫിക്ക് നല്ലൊരു പേഴ്സണാണ്, ഒത്തിരി പേരെ സഹായിക്കുന്ന വ്യക്തിയാണ്. മുൻപോട്ട് ഒരുപാട് സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ കൂടെ നേരിടാനും ആഗ്രഹിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി അകാലത്തിൽ പൊലിഞ്ഞു പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കർണാടക അത്രയും പ്രശ്നമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആ ഒരു ലാൻഡ് സ്ലൈഡിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു സഹോദരൻ്റെ പേരിൽ ഒരുപാട് രീതിയിൽ അവഹേളനവും അപമാനവും ഏർപ്പെട്ട ആളാണ് മനാഫിക്ക. പറയുന്നതൊക്കെ പരസ്പര വിരുദ്ധമായിട്ട് ആകെ മനാഫിക്ക തന്നെ ഏറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു സമയത്തുണ്ടായിരുന്നു. അങ്ങനെ ആകരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. ഇനി ധർമ്മസ്ഥലയുടെ വിഷയത്തിലേക്ക് വരാം. ധർമ്മസ്ഥല ഭരിക്കുന്ന ആൾ വീരേന്ദ്ര ഹെഗ്ഡെ MP ആണ്. ഒരു MP ആയിരിക്കുന്ന അത്രയും പവർഫുള്ളായ ഒരു മനുഷ്യനെതിരെ ഒരു സാധാരണ ഒരാൾ പോയി നിലകൊണ്ട കാര്യമില്ല. സമീർ എന്ന് പറയുന്ന യൂട്യൂബർക്ക് നേരിടേണ്ടി വന്നത് എന്തായിരുന്നു? മനാഫിക്ക അവിടെ നിന്നുകൊണ്ട് ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും വാദം. അത് ഭയമാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ഭയപ്പെടണം? എൻ്റെ നാട്ടിലേക്ക് അവർ വന്ന് എന്നെ എന്ത് മുട്ടയിടാനാണ്? എനിക്ക് പറയാനുള്ളത് പറയാമല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു വിഷയം മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും പറയുന്നതാണ്. 2000ഓളം വരുന്ന മനുഷ്യ സമൂഹത്തിനെ ഒന്നിച്ച് ചേർന്ന് വെട്ടിയും കുത്തിയും കൊന്നുകളയാൻ സപ്പോർട്ട് ചെയ്തവൻ ഇന്ന് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. അതിന് കേസുണ്ടായിരുന്നു, കുറ്റപത്രം സമർപ്പിച്ചു, അക്യൂസ് ആയിരുന്നു. അവസാനം കുറ്റപത്രത്തിൽ എന്ത് പറഞ്ഞു? ഓക്കെ, നോ പ്രോബ്ലം, ആളല്ല തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. എല്ലാ സോഷ്യൽ മീഡിയകളിലും സാമൂഹ്യ മാധ്യമങ്ങൾ ഒന്നടങ്കം ന്യൂസ് ഏജൻസികൾ പോലും ധൈര്യസമേതം റിപ്പോർട്ട് ചെയ്തു. അമേരിക്ക വിസ നിഷേധിച്ചു. എന്ത് സംഭവിച്ചു? ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അതൊരു തിരിച്ചറിവാണ്. ചില മൗനങ്ങൾ നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വീരേന്ദ്ര ഹെഗ്ഡെ ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അയാളുടെ അനിയൻ്റെ മകൻ ചെയ്ത ഒരു ക്രിമിനൽ കുറ്റത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോളം മണ്ടന്മാർ വേറെയില്ല. ആദ്യം ഭരണം മാറട്ടെ, മറ്റൊരു ഭരണം അവിടെ വരട്ടെ, തീർച്ചയായിട്ടും ഇതിൽ അന്വേഷണം ഉണ്ടാകും. അതും ബ്രൈബറി ഇല്ലാത്ത ഒരു ഭരണം വന്നാൽ അന്വേഷണം ഉണ്ടാകും. രാഹുൽ ഗാന്ധി അവിടെ പോയപ്പോൾ ഞാൻ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. എനിക്കറിയാം മറ്റൊരു വെടികെട്ടിൽ അങ്ങേര് അച്ഛനൊപ്പം പോകും, അച്ഛൻ്റെ അതേ പാതകളിൽ കൂടെ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ളത് ഉറപ്പാണ്. അതിൽ നിന്ന് പിന്തിരിയാനായിരിക്കും അവരുടെ വീട്ടുകാരും പറഞ്ഞിട്ടുണ്ടാവുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ പൗരന്മാരായിരുന്നു 2000 പേര്. ഇതുപോലെ ഒരു പ്രശ്നത്തിലുമില്ല. ആ നാട്ടിൽ ഇന്നവരെ ഒരു കലാപമില്ല, പരസ്പരം സ്പർദ്ധയില്ല, ഒന്നുമില്ലാത്ത ഒരു നാട്ടിൽ പെട്ടെന്നൊരു ദിവസം ഒരു പറ്റം ആൾക്കാർ ഓടിക്കൂടുകയാണ്. അതിലൊരുത്തെന്തോ അവിടെ കിടപ്പുണ്ട്, ചത്തു തൂങ്ങി.
എന്നെ ആരെങ്കിലും ഒന്ന് കൊന്നു തരൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്ന കിടപ്പിൽ മലവും മൂത്രവും വിസർജനം നടത്തിക്കൊണ്ട് കിടക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഇത്രയും പേരെ വെട്ടാനും കുത്താനും ബലാത്സംഗം ചെയ്യാനും മുൻപിട്ട് നിന്ന ബജരംഗി. അപ്പോൾ കാലം കണക്ക് പോയിക്കട്ടെ, അല്ലെങ്കിൽ കർമ്മ മറുപടി കൊടുക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലേക്ക് ഇന്ത്യക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നിർഭയ കൊലക്കേസ് എന്ത് സംഭവിച്ചു? അതിലുള്ള മെജോറിറ്റി ആൾക്കാരും ചത്തു. ഓക്കെ, തൂങ്ങി മരിച്ചു, ഓടി മരിച്ചു, ആക്സിഡൻറ്റ് ഒക്കെ മരിച്ചു. ഒരുത്തൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ബ്രൂട്ടലായ പെൺകുട്ടിയെ റേപ്പ് ചെയ്തവനാണ് ആ 18 വയസ്സുകാരൻ. അണ്ടർ ഏജ് ആയിരുന്നത് കൊണ്ട് മാത്രം അവനെ കൊല്ലാതെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. പുറത്തേക്ക് വിട്ട അവനിക്ക് തയ്യൽ മെഷീനും അത്യാവശ്യം ഫിനാൻഷ്യൽ സപ്പോർട്ടും കൊടുത്തു. ഇപ്പോഴും അവൻ നടക്കുന്നുണ്ട് നമുക്ക് ചുറ്റിലും. അവൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി എന്താണെന്ന് നമുക്കറിയുമോ? എത്ര പെണ്ണുങ്ങൾ അവൻ ഇനി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമോ? നമ്മുടെ നാട് ഇങ്ങനെയാണ് എന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ട് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അവിടെ നശിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിലുള്ളതാണെന്ന് പറയുന്നു. സൗജന്യ എന്ന പെൺകുട്ടിയാണ് എല്ലാവരും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് അമ്പലത്തിൽ വന്ന കുട്ടിയല്ല എന്ന് എത്ര പേരോട് പറഞ്ഞു? അത് അമ്പലത്തിൽ വന്ന കുഞ്ഞല്ല. ആ കുട്ടി അവിടെ പഠിക്കാൻ പോയതാണ്. അവരുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ അവൻ കണ്ണുവെച്ചു, അവൻ എടുത്തു, അവൻ ചെയ്യേണ്ടത് ചെയ്തു, കൊന്നു, കുഴിച്ചിട്ടു. അതിന് കുറ്റമേൽക്കാൻ വേണ്ടി അതിൻ്റെ ട്രസ്റ്റ് മാനേജറെ കണ്ട പറഞ്ഞിരുന്നു. പുള്ളി പോയി കുറ്റമേറ്റു, അവസാനം കുറ്റവിമുക്തനാക്കി. കോടതി പോലും വെറുതെ വിട്ടിരിക്കുന്ന ഒരു കേസ്, അവിടെയുള്ള മുഴുവൻ പോലീസ് ഓഫീസേഴ്സും അവരുടെ കൂടെ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു കേസ് ഇത്രയധികം ഇത്രയധികം പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് 4000 5000 പെൺകുട്ടികളുടെ ശവശരീരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഹൈപ്പ് കൊടുത്താൽ അത് ജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ 500ഓളം മൃതദേഹങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്. ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ അവിടെ കാശി പോലൊരു സ്ഥലമാണ്, സൗത്ത് ഇന്ത്യയിലെ കാശിയാണത്. അപ്പോൾ കാശിയിലേക്ക് ആളുകൾ വന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് ബോഡി അടക്കം ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണത്. അത്തരം ബോഡികളുടെ പാർട്സ് അവിടെ നിന്ന് കിട്ടും. ഈ കേസ് തെളിയിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നടക്കത്തില്ല. ആ 2 പെൺകുട്ടികളും മൃഗീയമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് സ്ഥിരമല്ലേ? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അധികാരത്തിൽ കയറിയിരിക്കുന്നവർ ചെയ്യുന്നത് എന്താണെന്ന് വ്യക്തമല്ലേ? റീസെൻ്റ്ലി എല്ലാ ഡോക്ടേഴ്സും കൂടെ കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയെ അതിഭീകരമായി കൊന്നുകളഞ്ഞത്. വലിച്ചു കീറിക്കളഞ്ഞു 2 വശത്തേക്ക് അവളുടെ കാലുകൾ. റേപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ദൂരം പ്രതീക്ഷിച്ച് വരുന്നവന്മാരല്ല. അതിനോട് എന്തൊക്കെ, ആ ശരീരത്തിനോട് എന്തൊക്കെ വൈകൃതങ്ങൾ കാണിക്കാമോ അതിൻ്റെ എക്സ്ട്രീം ലെവൽ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന ക്രിമിനലുകളും മാനസിക രോഗികളുമാണ്. ശക്തമായ നിയമമാണ് അതിന് വേണ്ടത്. ആര് ചെയ്യും, ആര് പൂച്ചയ്ക്ക് മണി കെട്ടു എന്ന് വെച്ചാൽ എനിക്കതിനെ പറ്റിയൊന്നും വലിയ ഗ്രാഹ്യമില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ മനാഫിക്കായുടെ ജീവനെ പറ്റി തന്നെയാണ്. അദ്ദേഹം സേഫ് ആവുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കമൻസിൻ്റെ ബഹളമായിരുന്നു. SDPIക്കാരുണ്ട്, അവരിതിനെ ഏറ്റെടുക്കും, അവർക്ക് ഭയമില്ലെന്ന് ചെന്ന് കയറി കൊടുക്കും. അതുകൊണ്ടാണ് NIA വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിശബ്ദരായിരിക്കേണ്ടി വരുന്നത്. അപ്പം മൗനമായിരിക്കണമെന്ന് ചോദിച്ചാൽ ചരിത്ര പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു നോക്കും. ഇസ്ലാമിയർ ഇടപെടേണ്ട ഒരു അവസരം വരും, അന്ന് ഇടപെടാം. ഇപ്പോൾ വേണ്ട. ഇപ്പോൾ ചെയ്താൽ അത് വേറെ രീതിയിൽ വരൂ, പ്രതികൂലമായിട്ടേ വരികയുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാവണം. ഒരു നഷ്ടം ഉണ്ടാകുന്ന കാര്യം ഞാൻ എന്തായാലും പറയത്തില്ല എന്നുള്ള ഒരു ബോധം എല്ലാവർക്കും ഉണ്ടായാൽ നല്ലത്. ഇല്ലാച്ചാൽ അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇതിൻ്റെ താഴെയും തന്നെ കമൻറ്റിൽ കൂടെ തെറി പറയാം, നോ ഇഷ്യൂസ്. ഞാനത് ബോധർ ചെയ്യുന്നില്ല. നടക്കാനുണ്ടാകുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇത് നടക്കുകയുള്ളൂ, ഇതാണ് നടക്കുക എന്നുള്ളത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. ഈ പറയുന്ന ഞാൻ ജോത്സ്യനൊന്നുമല്ല, പക്ഷേ ഇതിങ്ങനെ വരുള്ളൂ എന്ന് എനിക്കറിയാം. ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് അതിനെ എങ്ങനെയും സെക്യൂർ ആക്കി കൊണ്ടുവയ്ക്കും. ഈ വിഷയത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതായിരിക്കും അയാളുടെ ജീവന് സേഫ്റ്റി. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ. എന്താണ് അത് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കുക. സിനിമാ സ്റ്റൈൽ ഗുണ്ടായിസവും സിനിമാ സ്റ്റൈലിലുള്ള കൊലപാതകവും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് അവർ. അവരെ നന്നാക്കണമെങ്കിൽ അവിടുത്തെ നാട്ടുകാർ എഴുന്നേറ്റ് വരണം. നിങ്ങൾ വിചാരിക്കുക അവർക്ക് കഴിവില്ല, നമ്മളാണ് അവർക്ക് കഴിവുണ്ടാക്കി കൊടുക്കുന്നത്. ഒന്നുമല്ല, എല്ലാവർക്കും ഉണ്ട് കഴിവ്. അവനവൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ കഴിവ് താനേ പ്രകടമാകും. വല്ലവൻ്റെ വീട്ടിൽ നടക്കുമ്പം ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പോൾ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. സ്വന്തം അമ്മയ്ക്ക് വരുമ്പം ചങ്ങല എടുത്തുകൊണ്ട് ഓടിക്കോളും. ആ സ്വർണ്ണ ചങ്ങലയാണെങ്കിൽ എടുത്തുകൊണ്ട് ഓടിക്കോളും. കാരണം വന്നത് സ്വന്തം അമ്മയ്ക്കല്ലേ. അപ്പോൾ അതങ്ങനെ വരുള്ളൂ. ഹെഗ്ഡയെ എതിരിടാൻ ധൈര്യമായിട്ട് ഇനി പ്രതിപക്ഷത്തിരിക്കുന്നവർ പോലും അനങ്ങിയിട്ടില്ല. ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ബഹളം നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചോ? പ്രതിപക്ഷം നിഷ്ക്രിയമാണ്. നമ്മളിതൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. 2000 പേരെ കൂട്ടക്കുരുതി നടത്തി. എന്തടിസ്ഥാനത്തിൽ? എല്ലാവരും ഘോരം പ്രസംഗിച്ചൊരു കാര്യമുണ്ട്, അവിടെ നടന്ന ട്രെയിൻ അപകടത്തിനെ പറ്റിയിട്ട്. എങ്ങനെ ട്രെയിൻ അപകടം ഉണ്ടായി? അതിന് മുമ്പ് എന്ത് ഇൻസിഡൻറ്റ് ഇവിടെ നടന്നു? വെട്ടിപ്പിടിക്കൽ നടന്നു, ബാബറി മസ്ജിദ് പൊളിച്ചു. അത് കൊള്ളായിരുന്നു അല്ലേ? ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ സുഖം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ അതിന് അനുബന്ധമായിട്ട് അടുത്ത ഇത് ഉണ്ടാക്കിയെടുത്തു. ആരും ഒന്നും ചെയ്തിട്ടല്ല, പക്ഷെ ചെയ്തു എന്ന് വരുത്തി തീർത്തു. ഇതും അങ്ങനെ വരുത്തി തീർക്കും. കാരണം ഇടപെട്ടത് 2 മുസ്ലിംസാണ്. ഒന്ന് സമീർ, 2 ഈ പറയുന്ന ആൾ മനാഫിക്ക. അപ്പോൾ ഈ 2 പേരുടെയും പേരിൻ്റെ കൂടെയുള്ള ആ മുസ്ലിം എന്നുള്ളത് അത് പ്രശ്നമാണ്. അത് അവർക്ക് മാത്രമല്ല,
അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും പ്രശ്നമാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കണോ വേണ്ടതെന്നാണ് ചോദ്യം. വളരെ ഗൗരവത്തോടുകൂടി കാര്യക്ഷമതയോടുകൂടി ഹാൻഡിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കുക. നിങ്ങൾ മൈനോറിറ്റി ആയിട്ടിരിക്കുന്ന ഏത് ഏരിയയിലും നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം കുടിയൊഴിപ്പിക്കലും അതേപോലെ ഇതുപോലെ ബലാത്സംഗവും കലാപങ്ങളുമാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. നമ്മുടെ പുതുതലമുറയെ വാർത്തെടുക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക. ഹിസ്റ്ററി ഐച്ഛിക വിഷയമായി തന്നെ എടുക്കുക, അത് പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെയാണ്, എന്താണ്, മുൻപോട്ട് എന്താണ്. സേഫ് ആണെന്ന് ചിന്തിച്ചിരിക്കുന്നവരൊക്കെ മണ്ടന്മാരാണെന്ന് ഞാൻ പറയും. എല്ലാവർക്കും വിദേശത്ത് അസറ്റ്സ് ഉണ്ട്, അവിടെ പോയി സെറ്റിൽ ആവാനുള്ള പ്ലാനിങ് ഉണ്ട്. മുസ്ലിംസിന് മാത്രമില്ല. അവിടെ നിന്ന് ഉണ്ടാക്കുന്നതും കൂടെ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെപ്പോലെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന മറ്റൊരു വിഭാഗം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മുടെ അസ്തിത്വം തോണ്ടി വാരി ഇട്ടിരിക്കുകയാണ്. നമുക്ക് മിണ്ടാൻ പറ്റത്തില്ല, നമ്മളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആയുധമില്ല നമ്മുടെ കയ്യിൽ. ആയുധമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വാളോ പിന്നെ തോക്കോ AK-47 ഒന്നുമല്ല. അധികാരം അതില്ല. അതുണ്ടാക്കിയെടുക്കൂ. അതുണ്ടാക്കിയെടുക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാം. പിന്നെ ഈ അനീതിക്കെതിരെയൊക്കെ സംസാരിക്കാം. ബ്രൈബറിക്കെതിരെ നമുക്ക് ഒരുപാട് രീതിയിലുള്ള സമരങ്ങൾ ഏർപ്പാടാക്കാം, ശരിയാക്കാം. നമ്മൾ ഒരാളാണ് അവിടെ ഇരിക്കുന്നെങ്കിൽ അനീതി, അക്രമം ഇതൊക്കെ നിർത്താനുള്ള എല്ലാ തന്ത്രപ്പാടും നമ്മൾ നടത്തും. കാരണം നമ്മൾ മതം ഒരു കാരണവശാലും അംഗീകരിക്കുന്ന കാര്യമല്ല. മറ്റുള്ളവൻ്റെ ഹറാം ഹക്കായിട്ടുള്ള സാധനം നമുക്ക് ഹറാമാണെന്നും ആ ഹറാം നമ്മൾ കഴിക്കരുതെന്നും പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മതം. അതുകൊണ്ട് തന്നെ ഈ മതബോധമുള്ള ഒരു വിശ്വാസി അവിടെ വന്നിരിക്കരുതെന്ന് അവരാഗ്രഹിക്കുന്നുമുണ്ട്. അതിനൊരു തിരിച്ചടി കൊടുക്കുക, എന്നിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു, ആ ഭ്രാന്തിന് നമുക്ക് പോയി ചങ്ങലയിടാന്ന് പറഞ്ഞാൽ അവരെ മക്കളെല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളെ തല്ലിക്കൊല്ലും. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതും നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെടുന്നതും ആർക്കും നികത്താനാകുന്നതല്ല. അത് മനസ്സിലാക്കുക. കൺമുന്നിൽ ഒരു കുടുംബനാഥൻ നഷ്ടപ്പെട്ടപ്പോൾ അമ്മയും മകനും ഒക്കെ പകച്ച് പണ്ടാരമടങ്ങി നിന്ന മനാഫിക്കാക്ക് സ്വന്തം വീട്ടുകാരെ പറ്റി ഒരു ശ്രദ്ധയുമില്ലേ? ഇറങ്ങണം, നമ്മൾ ഇടപെടണം, പല കാര്യങ്ങളിലും ഇടപെടണം. പക്ഷേ ഇത് അനാവശ്യമാണെന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും വാദം, എപ്പോഴത്തെയും വാദം. സേഫായിരിക്കട്ടെ, നന്നായിരിക്കട്ടെ എന്ന് മാത്രം. താങ്ക് യു. കമൻസിൽ വന്നിട്ട് അല്ലേ വേണ്ട നിങ്ങൾ എഴുതിയിട്ട് ഞാൻ അവിടെ മറുപടി തന്നോളാം.